ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ബേബി ഹെയർ കെയർ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര കൺഫ്യൂഷനുള്ള ഒരു കാര്യമാണ്. നമ്മൾ ഈ ചെറിയ കുട്ടികളുടെ തലമുടിയിൽ എന്തെങ്കിലും പരീക്ഷിച്ച് നോക്കാൻ ഇതൊക്കെ നമ്മുടെ മുഖത്തും തലയിലൊക്കെ പരീക്ഷിക്കുന്ന പോലെയല്ല. അവരതെന്ന് പറഞ്ഞാൽ വളരെ സെൻസിറ്റീവായിട്ടുള്ള സ്കിന്നാണ്, അതുപോലെ തന്നെ വളരെ സെൻസിറ്റീവായിട്ടുള്ള ഹെയറും ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വേറെ പുതിയ കാര്യങ്ങളൊന്നും പരീക്ഷിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഇവളുടെ ഹെയറിൽ ചെയ്യുക എന്ന് പറഞ്ഞത് പൊതുവേ ഡെയിലി നമ്മൾ മടഞ്ഞു വെക്കാറുണ്ട്. അതും ഈ ഹെയർ ബേഡ് ചെയ്യുന്നതും ഈ ഹെയർ ഗ്രോത്തും തമ്മിൽ എന്തോ ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ, ഈ മുടിയുടെ ചിക്കും ജടയും കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ വളരെ വൃത്തിയിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. രാത്രിയൊക്കെ കുട്ടികൾ തിരിഞ്ഞും മറിഞ്ഞൊക്കെ കിടക്കുന്ന സമയത്ത് മുടി എന്താവും, നല്ല ജട കുത്തും. അപ്പോൾ ഈ ജട കുത്തുന്നതിനനുസരിച്ച് നമ്മൾ മുടി വാർന്നു കൊടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ചെയ്യുന്ന സമയത്തൊക്കെ മുടി കൊഴിച്ചിലുണ്ടാവും. അപ്പോൾ ആ ഒരു കാര്യം ഇല്ലാതെ വെക്കാൻ വേണ്ടിയിട്ട് ഈ മുടി നമ്മളെപ്പോഴും നല്ല രീതിയിൽ കെട്ടിവെക്കുന്നത് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ എപ്പോഴും ചിക്കും ജടയൊന്നും ഇല്ലാതിരിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ, വളരെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ കുട്ടികളുടെ മുടി കെട്ടിവെക്കുന്ന സമയത്ത് ഭയങ്കര ടൈറ്റായിട്ട് കെട്ടിവെക്കരുത്. അത് കുട്ടികൾക്ക് തലവേദന ഉണ്ടാക്കാനും അതുപോലെ തന്നെ ആ ഭാഗത്തുള്ളൊരു ബ്ലഡ് സർക്കുലേഷനെയൊക്കെ നന്നായിട്ട് ബാധിക്കും. അപ്പോൾ ആ ഒരു കാര്യം നന്നായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ എപ്പോഴും എന്ത് ചെയ്യുക, നല്ലപോലെ കുട്ടികളുടെ ഹെയർ ശ്രദ്ധിക്കുക. നമ്മളെപ്പോഴും ജട കുത്താതെ ശ്രദ്ധിക്കുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് അതാണ്. പിന്നെ ഇവളുടെ തലയിൽ ഇപ്പോൾ ആദ്യം താരനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വിരയുടെ മരുന്ന് കൊടുത്തതിന് ശേഷമാണ് ഇവളുടെ തലയിലുള്ള താരനും കാര്യങ്ങളൊക്കെ കുറഞ്ഞത് കേട്ടോ. അതെനിക്ക് അറിയാത്തൊരു അറിവായിരുന്നു. അപ്പോൾ ആ താരൻ്റെ ഒരു പ്രധാന കാരണം ഈ ചെറിയ കുട്ടികളിൽ വിര ഉണ്ടാകുന്ന സമയത്താണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതെന്ത് ചെയ്യുക, നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക. കുട്ടികൾക്ക് വിരയ്ക്കുള്ള മരുന്നൊക്കെ 6 മാസം കൂടുമ്പോൾ തന്നെ കൊടുക്കുക. അതിലൊരു വിട്ടുവീഴ്ചയും ചെയ്യാതിരിക്കുക. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ നമുക്ക് വേറെ ചെയ്യാം. കാരണം അത്രയധികം ബുദ്ധിമുട്ട് എൻ്റെ മോൾ ആ ഒരു വിരയുടെ ശല്യം കാരണം അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. എനിവേ നമ്മൾ എന്ത് ചെയ്യുക, നല്ലപോലെ ശ്രദ്ധിക്കുക ആ ഒരു കാര്യം. പിന്നെ ഇവളുടെ ഹെയർ കുറച്ച് കട്ടി കുറവാണ്, നെറ്റിയൊക്കെ കുറച്ച് അധികം കയറിയിട്ടുള്ള രീതിയിലാണ് ഇവളുടെ ഹെയർ വരുന്നത്. അപ്പോൾ എപ്പോഴും എന്ത് ചെയ്യുക, വളരെ ജെൻറ്റിലായിട്ടാണ് നമ്മൾ കുട്ടികളുടെ ഹെയർ വാഷ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഈ നാച്ചുറലായിട്ടുള്ള നമുക്ക് താളി കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് ഉപയോഗിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, വളരെ മൈൽഡായിട്ടുള്ള ടിയർ ഫ്രീ ആയിട്ടുള്ള ഷാമ്പൂ മാത്രം ഉപയോഗിക്കുക. അല്ലാത്ത ഷാമ്പൂ ഒരു കാരണവശാലും കുട്ടികളുടെ തലയിൽ ഉപയോഗിക്കാതിരിക്കുക. പിന്നെ ഞാൻ ഇവൾക്ക് ഉപയോഗിക്കുന്ന എണ്ണ എന്ന് പറഞ്ഞാൽ സാധാരണ വെളിച്ചെണ്ണയാണ്. അതിൽ നെല്ലിക്കയും അതുപോലെ ഉലുവയൊക്കെ ഇട്ടിട്ടുള്ള ഒരു വെളിച്ചെണ്ണയാണ് കേട്ടോ. ഇത് ഉപയോഗിച്ചതിൻ്റെ ശേഷം അവളുടെ തലയിലുണ്ടായിരുന്ന താരന് നല്ല കുറവുണ്ട്. അപ്പോൾ ഈ വിരയുടെ മരുന്നും അതുപോലെ തന്നെ ഈ ഒരു വെളിച്ചെണ്ണ, ഇത് രണ്ടും കൂടെയാണ് അവൾക്ക് നല്ല മാറ്റം ഉണ്ടായത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ധൈര്യമായിട്ട് ഉപയോഗിക്കുക. അതുപോലെ തന്നെ ആദ്യം നിങ്ങളുടെ ഹെയർ ടൈപ്പ് ഏതാണെന്ന് നിങ്ങൾ തിരിച്ചറിയുക. അപ്പോൾ ഇതിൽ ഒരുപാട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ സ്റ്റോറേജ് ഇല്ലാത്തതിൻ്റെ കാരണം കൊണ്ട് തന്നെ അത് മുഴുവൻ റെക്കോർഡായിട്ടില്ല. അപ്പോൾ നമുക്ക് അടുത്ത സെക്ഷനായിട്ട് ഇതിൻ്റെ പാർട്ട് 2 ആയിട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം ഞാൻ തന്നെ അവളുടെ മൂർധാവിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ശേഷമാണ് ബാക്കി നമ്മൾ ഹെയറിൽ മൊത്തമായിട്ട് ഇട്ട് കൊടുക്കുന്നതും അതുപോലെ തന്നെ മസാജും കാര്യങ്ങളും ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ എത്രത്തോളം ഹെയർ മസാജ് ചെയ്യുന്നോ അത്രത്തോളം ബ്ലഡ് സർക്കുലേഷൻ കൂടുകയും ചെയ്യും. അത് അവരുടെ ഹെയർ ഗ്രോത്തിന് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ അവരെത്രത്തോളം കംഫർട്ടബിൾ ആണെന്നുള്ളതും കൂടെ നമ്മൾ മൈൻഡ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ ഒരു കാര്യം ഞാൻ ഇവൾക്ക് ചെയ്തു കൊടുക്കാറുള്ളത്, ഇവളുടെ ഹെയറിൽ ഓയിലിടുന്ന സമയത്ത് എല്ലാ ദിവസവും നമ്മൾ ഓയിലിട്ട് കൊടുക്കാറില്ല. കാരണം ഇവളുടെയും എൻ്റെയൊക്കെ എന്ന് പറയുന്നത് ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള സ്കാൽപ്പാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും ഓയിൽ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് താരം വരും. എന്ന് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഭയങ്കര ഡ്രൈ ആയിട്ട് ഇത് കീപ്പ് ചെയ്യാനും പറ്റില്ല. എപ്പോഴും ഒരു മോയ്സ്ചറായിട്ടുള്ള ഇതിൽ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടേ നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഒരു പാർട്ട് 2 നമുക്ക് മസാജ് പോയിൻറ്റും കാര്യങ്ങളും നോക്കാം.